വെൽക്കം ബാക്ക് ടു ജാസി എമ്മി കുക്കിംഗ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലെ 100ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ 100ൻ്റെ മധുരത്തിൽ നിങ്ങളുമായിട്ടൊരു അടിപൊളി സ്വീറ്റ് തന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ ക്യാരറ്റും കോക്കനട്ടൊക്കെ യൂസ് ചെയ്ത് റെഡിയാക്കുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന് നമ്മുടെ ബണ്ടി ചോക്ലേറ്റിൻ്റെയും അതുപോലെ തന്നെ ബർഫിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുവരെയും ബർഫിയൊന്നും വീട്ടിൽ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരിക്കലും ഫ്ലോപ്പ് ആവാതെ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് ടിപ്സൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു സ്വീറ്റ് കിട്ടിയിട്ടുള്ളത്. സാധാരണ തേങ്ങയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വായിൽ തടയുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിലേക്കായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ ബ്രൗൺ കളർ ഭാഗം ഒഴിവാക്കിയിട്ട് ആ വൈറ്റ് കളർ പാർട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്വീറ്റ് റെഡിയാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോഴാണ് നമ്മുടെ സ്വീറ്റ് കാണാൻ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടുക. അപ്പോൾ ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാമെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ തരിതരിപ്പായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുക. ഇനി ഇത് ഒന്ന് മെഷർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പാണ് നമുക്ക് ഈ ഒരു തേങ്ങ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ബട്ടർ പേപ്പർ നമ്മൾ ഏത് മോൾഡിലേക്കാണോ ഇത് റെഡിയാക്കുന്നത് വെച്ചാൽ അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ പുരട്ടി ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെക്കുക ആദ്യം തന്നെ. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് യൂസ് ചെയ്തത്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 1 കപ്പ് നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്രേറ്ററിൻ്റെ വലിയ ഹോൾസിൽ ഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാന് ചൂടായി വരുമ്പോൾ എണ്ണയൊന്നും ഒഴിക്കാതെ അല്ലെങ്കിൽ നെയ്യോ എണ്ണയൊന്നും ഒഴിക്കാതെ ജസ്റ്റ് ആ ഒരു ക്യാരറ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതിൽ നിന്ന് അതിതെങ്ങനെ ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ നല്ല പൂ പോലെ സോഫ്റ്റായിട്ട് ഡ്രൈ ആയിട്ട് ക്യാരറ്റ് വരുന്ന സമയത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് വേറൊരു പാത്രത്തിലേക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് പഞ്ചസാര 1.25 കപ്പാണ്. അതായത് 2 കപ്പ് തേങ്ങയ്ക്ക് നമ്മളിവിടെ 1.25 കപ്പ് ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഷുഗറും വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി ജസ്റ്റ് ഷുഗർ ഉരുകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്കുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുവാണ്. അല്ലാതെ നമ്മൾ ഒരു നൂൽ പരുവൊന്നും ആവാനായിട്ട് നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഷുഗറും വെള്ളവും മിക്സായി വരുമ്പോൾ തന്നെ നമ്മളതിലേക്ക് 2 കപ്പ് തേങ്ങ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നത് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് റെഡിയാക്കി എടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇത് ഇളക്കി ഇടാനൊക്കെ കുറച്ച് കഷ്ടമാണ്. അത് കുറച്ച് കട്ടിയായിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ ഇങ്ങനെ മാറി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് നല്ല സോഫ്റ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. അപ്പോൾ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഈ ഷുഗർ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ അതേ കണ്ടോ ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മളുണ്ടാക്കുന്ന സ്വീറ്റ് റെഡിയാക്കാനായിട്ട് നമുക്ക് ആ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടിയിട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ളു ഉപ്പാണ് കേട്ടോ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിടുക. അപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിനാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള വാനില എസൻസ് ആണ് ഞാനിവിടെ ചേർത്തുള്ളത്. ഡാർക്ക് കളറുള്ള വാനില എസൻസ് അല്ല കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ്സ് ആണ്. അപ്പോൾ സൈഡിൽ നിന്ന് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുന്ന ആ ഒരു സമയത്താണ് കേട്ടോ, സൈഡിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് വരുന്ന ആ ഒരു സമയത്താണ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിടാം. അപ്പോൾ ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ തേങ്ങയും ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. അതുവരേക്കും ഒന്ന് ഇളക്കിയിടാം. അപ്പോഴേക്കും ഇതിൻ്റെ ടെക്സ്ചറൊക്കെ ഇങ്ങനെ മാറി വരും. അതായത് നമുക്ക് പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന ആ ഒരു ടെക്സ്ചറിലേക്ക് ഇത് മാറി വരും. അപ്പോൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഇളക്കി ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് ജ്യൂസി ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. അതല്ല ഇത് നല്ല ഹാർഡായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്.
വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മളിത് മോൾഡിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചൂടോടെ തന്നെ ആ പാനിൽ നിന്ന് അത് നമ്മുടെ മോൾഡിലേക്ക് ഫുള്ളായിട്ടും നമ്മളിത് ചേർത്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് ഫുള്ളായിട്ടും ആ മോൾഡിലേക്ക് വീഴുന്ന ആ ഒരു പാകത്തിനാണ് നമ്മളിത് റെഡിയാക്കിയത്. പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വീഴുന്ന ആ ഒരു രീതിയിലാണ് ഇത് റെഡിയാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ മോൾഡിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒട്ടും ഗ്യാപ്പില്ലാതെ ഇതുപോലെ ഒരു സ്മാഷർ വെച്ചിട്ട് ഇങ്ങനെ നന്നായി ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് ജ്യൂസി ആയിട്ട് നമുക്ക് വരുവാണെങ്കിൽ നമ്മൾ ഒന്നുകൂടിയും ആ സെയിം പാനിലിട്ട് അത് കുക്ക് ചെയ്തെടുക്കാം. അതല്ല ഇത് ഷേപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഡ്രൈ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ചേർത്ത് സെയിം പാനിൽ ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ലോണം പെട്ടെന്ന് തന്നെ ഇത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ചൂടാറി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതാ ഇപ്പോൾ ഞാൻ 1 മണിക്കൂറിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇത് കട്ടായി വരുന്നുണ്ട് എന്ന്. നല്ല സോഫ്റ്റായിട്ടുള്ള അടിപൊളി ഒരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റും കോക്കനട്ടൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്വീറ്റ് തന്നെയാണ്. അതുമാത്രമല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നമ്മളെ മണ്ടി ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റെഡിയാക്കി നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ജ്യൂസി ആയിട്ട് കൂടുതൽ വെള്ളമായി പോയിന്ന് തോന്നിയാലോ, അതല്ലെങ്കിൽ ഇത് നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് കുറച്ചധികം ഡ്രൈ ആയി പോയിന്ന് തോന്നിയാലൊന്നും ഇത് ഫ്ലോപ്പ് ആവണ ഒരു ചാൻസേ ഇല്ല കേട്ടോ. നമുക്ക് ഒന്നുകിലും നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് അത് സോഫ്റ്റാക്കി എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി ജ്യൂസി ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഒന്നുകൂടി എന്താ പറയുക കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോൾഡിലേക്ക് കറക്റ്റായിട്ട് ആ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകത്തിന് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഫ്ലോപ്പ് ആവാതെ തന്നെ ഈ ഒരു റെസിപ്പി നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതുപോലെ ഇതുപോലെ ബർഫിയൊക്കെ റെഡിയാക്കുമ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു കോക്കനട്ട് ക്യാരറ്റ് ഡിലൈറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പീസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതുപോലെ എമ്മി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.